आपके फोन नंबर के गैर कानूनी उपयोग के कारण आपका मोबाइल नंबर 2 घंटे में बंद हो जाएगा। अधिक जानकारी के लिए 9 दबाएं। ഈ ഒരു കോളിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഗൈർ കാനൂനി ഉപയോഗം, അത് പറഞ്ഞാൽ ഇല്ലീഗൽ യൂസ്, നിങ്ങളുടെ ഫോണിൻ്റെ ഇല്ലീഗൽ യൂസിൻ്റെ, അതായത് എൻ്റെ നമ്പറിൻ്റെ ഇല്ലീഗൽ യൂസിൻ്റെ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ കോളിൻ്റെ സംസാര രീതി, ഈ ഭാഷയൊക്കെ കാണുന്ന സമയത്ത് ഒരു നോർമൽ പേഴ്സൺ ചിന്തിക്കാത്ത സമയത്താണ് ആ വ്യക്തി ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ഈ ഒരു ടെലിഫോൺ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്ന നമ്പർ 9 എന്നൊക്കെ പ്രസ് ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചാൽ അത്രയും അത്രയും നമുക്ക് വിശ്വാസം തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോൾ വന്നിട്ടുള്ളത്. അതായത് ഗൈർ കാനൂനി ഉപയോഗം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇല്ലീഗൽ യൂസ് ഓഫ് യുവർ ഫോൺ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആൾക്കാർ, ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് എന്താണെന്ന് ചിന്തിച്ചു. നമസ്കാരം, ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല കേട്ടോ. സാധാരണ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്ന പോലത്തെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡേഷനിൽ പോകും. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഇന്ന് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു സ്കാമാണ് കേട്ടോ. ഒരു തട്ടിപ്പിനുള്ള ഒരു ചെറിയ ശ്രമമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളെ കോൺടാക്ട്സിലേക്ക് ഇത് എത്തിക്കുക. വീട്ടിലുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഒരു പോസിബിൾ സ്കാമാണ്. കാരണം വെച്ചാൽ ഈ കോള് ഇപ്പോൾ കുറച്ച് മുന്നേ അതായത് ഇന്ന് ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു കോളാണ് ഇട്ടത്. അത് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഐഫോണിലാണ് ഈ ഒരു കോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ട്രൂ കോളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്പാം എന്ന് പറഞ്ഞ് കാണിക്കുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ട്രൂ കോളർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഐഫോണിലാണ് കോൾ വന്നത്. കോൾ വരുന്ന സമയത്ത് തന്നെ നമ്പർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ കൺട്രി കോഡ് പ്ലസ് ഐഫോണിൽ ഇത് എഴുതി കാണിച്ചു, ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ശ്രീലങ്കൻ കോൾ വന്ന സമയത്ത് തന്നെ എനിക്ക് ചില സംശയം കുടുങ്ങി, എന്തെങ്കിലും സ്കാം ആണോ എന്നുള്ളത്. കാരണം 2-3 ദിവസം മുന്നേ ഇതിന് മുന്നേ പല നമ്പറുകളിൽ നിന്ന് എനിക്ക് പല സ്കാം കോൾസ് വരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ട്, എൻ്റെ ആധാർ കാർഡ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഇൻഫർമേഷൻ ലീക്കായി എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആധാറിൽ കൊടുത്തിട്ട് എൻ്റെ ആധാർ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള എല്ലാ നമ്പറുകളിലും ഇതുപോലുള്ള കോൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ സിമിലർ ഫാഷനിലാണ് കോൾ വരുന്നത്. എൻ്റെ പല നമ്പറുകൾ, 2-3 നമ്പറുണ്ട് എൻ്റെ പേരിൽ എൻ്റെ ആധാർ കാർഡിൽ. ആ നമ്പറുകളിലൊക്കെ എനിക്ക് കോൾ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്താ വെച്ചാൽ, ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. പക്ഷേ അതിന് മുന്നേ ജസ്റ്റ് ചെറിയൊരു കാര്യം പറയാം. കോൾ വന്ന സമയത്ത് തന്നെ ഞാൻ സസ്പെക്ട് ചെയ്തു ഇതൊരു ജങ്ക് കോളാണെന്നുള്ളത്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്തു. ഓക്കെ, സംഭവമൊന്നുമില്ല. നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഇതിൽ പറയും, ഇങ്ങനെ ഒരു IVR ഉണ്ടല്ലോ, നമ്മുടെ ഈ ഓട്ടോമേറ്റഡ് റെക്കോർഡിംഗ് പോലെ പറയും. നമ്മൾ ശരിക്കുള്ള ഹ്യൂമൻ അല്ലാത്ത ഒരു വ്യക്തി അല്ലാതെ സംസാരിക്കുമല്ലോ, ഇങ്ങനെ കസ്റ്റമർ സർവീസിലേക്കൊക്കെ നമ്മൾ വിളിച്ചാലുള്ള സിറ്റുവേഷൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ടെലിഫോണിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള കോളാണ്. അതുകൊണ്ട് ഫേർദറായിട്ട് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ 1 അമർത്തൂ, 2 അമർത്തൂ. ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് പറയുക. ഏക് ദബായ്, 2 ദബായ് എന്നുള്ള കാര്യങ്ങൾ പറയും. +1 to 9 ടു സ്പീക്ക് ടു കസ്റ്റമർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ, അങ്ങനെയാണ് ഈ കോള് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അധികം അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ ഞെക്കിപ്പോവും. ഞാൻ സീരിയസ്ലി ഇത് സംഭവം ഇതാണെന്ന് എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ പ്രസ് ചെയ്തില്ല. ഞാൻ 1, 2, 3, 9 ഒന്നും പ്രസ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ആ കോൾ അത്രയും നേരം റെക്കോർഡ് ചെയ്ത് ആ കോൾ കംപ്ലീറ്റ് ഡിസ്കണക്ട് ആയിപ്പോയി. ഞാൻ ആ കോൾ ഇവിടെ പ്ലേ ചെയ്യാം, എന്നതിന് ശേഷം സംസാരിക്കാം. दे रहा है कि आपके फोन नंबर के गैर कानूनी उपयोग के कारण आपका मोबाइल नंबर 2 घंटे में बंद हो जाएगा। अधिक जानकारी के लिए 9 दबाएं। ग्राहक सेवा के लिए 0 दबाएं। Hello, this is the notification from Telecom Regulatory Authority of India. Due to the abnormal usage of your phone number, your service will be suspended within 2 hours. For more details, please press 9. For customer service, please press 0. Hello, Telecom Regulatory Authority of India. आपको यह सूचना दे रहा है कि आपके फोन नंबर के गैर कानूनी उपयोग के कारण आपका मोबाइल नंबर 2 घंटे में बंद हो जाएगा। अधिक जानकारी के लिए 9 दबाएं। ग्राहक सेवा के लिए 0 दबाएं।
അപ്പോൾ കണ്ടല്ലോ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് അറിയാത്തൊരു വ്യക്തിയാണ്, കുറച്ച് പ്രായമുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇത് എന്ത് കോളാന്ന് അറിയേണ്ട 1, 2, 3 അവർ പറഞ്ഞ നമ്പർ അടിക്കും. ഇനി അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കില്ല എന്ന് 100% ഷുവറാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ശ്രീലങ്കയാണ് അതിൽ കാണിക്കുന്നത്. ആ കൺട്രി കോഡ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല. നമുക്കൊരു കോൾ വരുന്ന സമയത്ത് എനിക്ക് ഞാൻ എന്തോ ഒരു ബോധത്തിലായതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചത്. സാധാരണ കണ്ടീഷനിൽ നമ്മൾ ഈ ഓഫീസിൽ തിരക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിഡിൽ ഓഫ് സംതിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ 9 പ്രസ് ചെയ്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പല ആൾക്കാർക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ചില ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ഒരു 1 ഞെക്കിയാൽ എന്ത് സംഭവിക്കും, 2 ഞെക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കാശോ എന്ത് സംഭവിക്കാമെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു സ്കാമാണിത്. മിക്കവാറും അടിക്കാനുള്ള പരിപാടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ മൊബൈൽ നിങ്ങളുടെ മൊബൈൽ ലിങ്ക് ചെയ്തിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ടായിരിക്കാം. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോകാം, ക്രെഡിറ്റ് കാർഡ് ലിങ്ക്ഡ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻ ലീക്കായി പോകാം. ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ എൻ്റെ മൾട്ടിപ്പിൾ നമ്പറുകളിലേക്ക് ഇതേമാതിരി കോൾസ് വരുന്നുണ്ട്. അതായത് ഒരു ആധാർ കാർഡ് വെച്ചിട്ടുള്ള നമ്പർ. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഏതോ സ്ഥലത്ത് എൻ്റെ ആധാർ കാർഡോ നമ്പറോ കാര്യങ്ങളോ ലീക്ക് ആയിട്ടുണ്ട്. ഒരുപാട് സ്പാം കോൾസാണ് ഈടായിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിൽ നിന്ന് കൊടുത്ത നമ്പറല്ല, എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ്. ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ ഈ നമ്പറുകളിലൊക്കെ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു നിങ്ങളുടെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക, പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കാമാണ്. പല രീതിയിൽ ആൾക്കാർ വിളിക്കും. ക്രെഡിറ്റ് കാർഡ് വിളിച്ചിട്ട് പറയും EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങനത്തെ പല കാര്യങ്ങളും പറയും. കുറച്ച് ദിവസം മുന്നേ തന്നെ എനിക്കൊരു കാര്യം ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഞാനത് വീഡിയോ ചെയ്യാൻ വിട്ടുപോയി. വിളിച്ചിട്ട് സമയത്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ എനിക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, EMI ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറഞ്ഞു. ഇയർ ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ 10 കൊല്ലം കുറച്ചിട്ടാണ് പറഞ്ഞു കൊടുത്ത്. അവരത് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം പിൻകോഡ് പറഞ്ഞ സമയത്ത് അവർക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, പിൻകോഡിൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. പക്ഷേ എൻ്റെ ഇയർ ഓഫ് ബർത്ത് ഞാൻ 91 എന്നാണ് പറഞ്ഞത്. അതൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് തട്ടിപ്പ് മാത്രമാണ്. ശ്രദ്ധിക്കുക, ഏത് നമ്പറിൽ നിന്ന് എന്ത് കോൾ വന്നിട്ട് ഇനി ഇപ്പോൾ IVR പോലെ ഇതുപോലുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ 1 ഞെക്കു 2 ഞെക്കു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പോലും ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്താവും പ്രായമുള്ള ആൾക്കാരൊക്കെ സംശയിക്കും, ഈശ്വര ഞാൻ അങ്ങോട്ട് വിളിച്ച കോളാണോ, ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ എന്ന് ചിന്തിച്ചിട്ട് 1, 2, 3 ഞെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. എന്ത് വന്നാലും നല്ലൊരു കാര്യം ആയിരിക്കില്ല സംഭവിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞാണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സിലേക്കും ഫ്രണ്ട്സിലേക്കും പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ റെക്കമെൻഡേഷൻ കൂടുതൽ പോകും. അപ്പോൾ കൂടുതൽ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഇതിനെ കാണാതിരിക്കുക. ദയവ് ചെയ്തൊരു ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ എടുക്കുക. എന്താ പറയുക, ഈ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക മാക്സിമം. ആൾക്കാർ കബളിപ്പിക്കപ്പെടാതിരിക്കുക. അങ്ങനെ ആരും നമ്മുടെ പോക്കറ്റ് കേട്ട് നമ്മളെ പോക്കറ്റിലിരിക്കുന്ന പൈസ അങ്ങനെ ഏതെങ്കിലും തെണ്ടി കൊണ്ടുപോകാൻ നമ്മൾ ആരും സമ്മതിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള സ്കാം, ഏറ്റവും കൂടുതൽ സ്കാമേഴ്സ് ഇപ്പം എന്താ വെച്ചാൽ അധികം തടി അനങ്ങാതെ ആൾക്കാരുടെ കയ്യിലുള്ള കാശ് അടിച്ചു മാറ്റാനുള്ള എല്ലാ പരിപാടികളും ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബിവെയർ, ടേക്ക് കെയർ, ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.